എപ്പോൾ ചിക്കൻ മേടിച്ചാലും ഒന്നെങ്കിൽ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ കറി. എന്താ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? വായോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഹാഫ് ബ്രസ്റ്റ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആട്ടോ ഇതിന് നല്ലത്. അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പ് വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഈ ബോൺലെസ് ചിക്കനെയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഓൾറെഡി ചിക്കൻ മസാല പുരട്ടി വെച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഞാൻ എടുത്തത്. അപ്പോൾ മസാല എന്ന് പറയുന്നത് വേറൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഫ്രൈ ആയ ചിക്കനെ ഇങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ആകെ ഒരു കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ, കാരണം ഞാനിവിടെ ഒരു നേരത്തേക്ക് ഇതുണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് സവാള, തേങ്ങ, കറിവേപ്പില, പെരിഞ്ചീരകം, പിന്നെ പച്ചമുളക്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനെ മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇതായിട്ട് കിട്ടും കേട്ടോ, ഇത്ര ഒരു പാകത്തിന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഞാൻ നേരത്തെ കാണിച്ചു വെച്ചല്ലോ, തേങ്ങ, സവാള കാര്യങ്ങളെല്ലാം ഞാനൊരു പാനിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായി ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ആ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം ഒക്കെ പോയി ഒരു ഫ്രൈ ആയൊരു ഫ്രൈ സ്മെല്ല് നമുക്ക് കിട്ടുമല്ലോ, ആ ഒരു സമയത്താണ് നമ്മൾ അതിൻ്റെ മസാല ഇടേണ്ടത്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ഇടുന്നില്ല, നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇടുന്നുള്ളൂ. കാരണം എരിവെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇടുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്നും കൂടി ആ ഒരു പച്ചമണമൊക്കെ പോകുന്നവിടെ വരെ ഒന്ന് ഇളകി കൊടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ആ ക്രഷ് ചെയ്തത് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഇട്ടിട്ട് കൈ വെച്ച് നല്ല പോലെ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ചിക്കനും ആ മസാലയൊക്കെ ഒന്നിച്ച് മിക്സായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇതൊക്കെ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല കുത്തരി ചോറിൻ്റെ കൂടി ഇത് കൂട്ടാനുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ബൈ.